പഴക്കം കൊണ്ട് ജീർണതയുണ്ടാകുമ്പോൾ നഗരപ്രദേശങ്ങൾക്ക് പുനർജീവനം അനിവാര്യമായി വരുന്നു. നമ്മുടെ നാട്ടിലെ പല നഗരങ്ങളുടെയും അവസ്ഥ ഈ ജീർണനമാണ്. ഭാവിയിലേക്കുള്ള തയ്യാറെടുപ്പ് എന്നാണ് ആസൂത്രണം എന്ന പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഭാവിയിലേക്കുള്ള ഉപയോഗപ്പെടുത്തലും സൌകര്യപ്പെടുത്തലും കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു നഗരത്തെ ആസൂത്രണം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നഗരാസൂത്രണം. നഗരത്തിന്റെ വലിപ്പം, പ്രത്യേകത, പ്രാധാന്യം, പ്രശ്നങ്ങൾ, പരിമിതികൾ, പോരായ്മകൾ തുടങ്ങി കുറെയേറെ കാര്യങ്ങളെ കണക്കിലെടുത്ത് വേണം ആസൂത്രണം നടപ്പിലാക്കാന്. പുതിയ ഒരു നഗരം രൂപകൽപ്പന ചെയ്യുമ്പോഴും പഴയ ഒരു നഗരത്തിന് ആസൂത്രണ പ്രക്രിയ അനിവാര്യമായി വരുമ്പോഴും ഇതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രത്യേകമായി തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ നഗരം എങ്ങനെയാ? ഈ പറഞ്ഞ നഗരാസൂത്രണത്തിന്റെ ഉത്തമ ഉദാഹരണമാണോ? അതായത് ട്രാഫിക് ബ്ലോക്ക് ഇല്ല, എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ പൊതുനിരത്തിൽ കൂടി ആളുകൾ സഞ്ചരിക്കുന്നു, വേസ്റ്റ് ഒന്നും തന്നെ ഇല്ല, റോഡുകളായാലും സുന്ദരം, എല്ലാ സൈൻ ബോർഡും സിഗ്നൽസും ഒക്കെ അവിടെയുണ്ട്. പാർക്ക് ചെയ്യാൻ പറഞ്ഞിടത്ത് മാത്രമേ ആളുകൾ പാർക്ക് ചെയ്യുന്നുള്ളൂ. ചുറ്റുമുള്ള ബിൽഡിംഗ് ഒക്കെ ആയാലും തന്നെ കാണാൻ നല്ലൊരു അറേഞ്ച്മെന്റിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? ഇത് മാത്രമല്ല കുറെ കൂടിയുണ്ട്.